ഒപ്പം ആർ റോഷിപാൽ, സ്ഥലപരിമിതി അടക്കമുള്ള പല കാര്യങ്ങൾ അവിടെ വിഷയമാകുന്നുണ്ട്. പക്ഷേ ആ കെട്ടിടം എന്ന് നിർമ്മിച്ചതാണ്, ആ കെട്ടിടം നിർമ്മിച്ചപ്പോൾ അത് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് അതിൽ തന്നെ വ്യക്തമായിരുന്നില്ലേ? പിന്നീട് അത് വാടകയ്ക്ക് കൊടുത്തോ, അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയോ? എന്താണ് ഈ കെട്ടിട വിവാദത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? സുജയ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടം നിർമ്മിച്ചതിന് ശേഷം അവിടെ കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനം അടിസ്ഥാനമാക്കിയാണ് 7 വർഷം മുമ്പ് VK പ്രശാന്ത് MLAക്ക് ഓഫീസ് അനുവദിച്ചത്. അതേ ഓഫീസിൽ തന്നെ അവിടെ കൗൺസിലറും ഉണ്ട്. കൗൺസിലറും MLAയും ഒരേ ഓഫീസ് തന്നെയാണ്, ഓഫീസ് കെട്ടിടമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മുകളിലത്തെ നിലയിൽ ഹെൽത്ത് ഓഫീസാണ്, അതിന് മുകളിൽ ഒരു കോൺഫറൻസ് ഹാളും ഉണ്ട്. അങ്ങനെയുള്ള ഒരു 2 നില കെട്ടിടമാണ്. ആ കെട്ടിടത്തിലാണ് ഈ വിവാദം വരുന്നത്. നേരത്തെ മുൻ കൗൺസിലർ, നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ LDFന്റെ കൗൺസിലറുടെ ഘട്ടത്തിൽ ആ കൗൺസിലറും പ്രശാന്തും ഒരുമിച്ച് ഒരേ ഓഫീസിൽ, പിന്നീട് BJP കൗൺസിലർ ശാസ്തമംഗലത്ത് വിജയിച്ചപ്പോൾ ആ കൗൺസിലർ, അത് BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയാണ്, ആ കൗൺസിലറും VK പ്രശാന്തും ഒരേ മുറിയിൽ തന്നെ അവിടെ പ്രവർത്തിച്ചു. ആ ഘട്ടത്തിലൊന്നും ഈ തർക്കങ്ങളൊന്നുമില്ല. ഏതായാലും R ശ്രീലേഖ കൗൺസിലറായി വന്നതിന് ശേഷം അവർ കുറച്ചുകൂടി വിശാലമായ ഓഫീസ് വേണമെന്ന് ആഗ്രഹിച്ചു കാണും. അതായിരിക്കാം ഒരുപക്ഷെ VK പ്രശാന്തിനോട് ആ ഓഫീസ് ഒഴിയണമെന്ന നിർദ്ദേശം നൽകിയത്. പക്ഷേ ഏതായാലും VK പ്രശാന്ത് ഓഫീസ് ഒഴിയാൻ സാധ്യതയില്ല. ഇനി ഏതാണ്ട് 3 മാസമാണ് MLA ഇത് തെരഞ്ഞെടുപ്പ് വരുന്നത്. 3 മാസത്തിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് വരികയാണ്. ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലം എന്ന നിലയിൽ അവസാനത്തെ 3 മാസം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറുന്നതിന് ഒരു അസൗകര്യമുണ്ട്. അതുകൊണ്ട് ഇനി ഈ സമയം കഴിഞ്ഞ് മാറുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് VK പ്രശാന്താണ്. VK പ്രശാന്ത് ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും ഈ കാര്യത്തിൽ വാടക സീറ്റ് ഉണ്ടെന്നാണ് VK പ്രശാന്ത് പറയുന്നത്. കൃത്യമായി വാടക നൽകുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി കോർപ്പറേഷനാണ് ഈ കാര്യത്തിൽ, കോർപ്പറേഷൻ്റെ സെക്രട്ടറിയാണ് ഇതിൽ പരിശോധന നടത്തി ഒരു തീരുമാനം കോർപ്പറേഷൻ കൗൺസിലർ പിന്നീട് എടുക്കും.